ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യം. മത്തായി 10:15. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗോമര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തൻ്റെ ശിഷ്യഗണങ്ങളെ മറ്റ് പട്ടണങ്ങളിലേക്ക് സദ്വാർത്ത ഘോഷിപ്പാൻ അയക്കുകയും കർത്താവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ക്രിയാത്മകമായി ഉൾക്കൊള്ളാതെ അതിനെ തള്ളിക്കളയുന്ന പട്ടണത്തിന് വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പട്ടണത്തേക്കാൾ ന്യായവിധി ദിവസത്തിൽ സോദോമിനും ഗോമറയ്ക്കും സഹിക്കാവതാകും. ന്യായവിധി ദിവസമാണ് മരിച്ചവരെല്ലാവരും വെള്ളസിംഹാസനത്തിന് മുൻപിൽ പ്രത്യക്ഷരാകുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നു. സഹിക്കാവതാകും എന്നുള്ള വാക്കിൽ നിന്നും നരകശിക്ഷയുടെ കൂടുതൽ കുറവ് വെളിപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ സന്ദർഭവും സൗകര്യവും ലഭിച്ചവർ അത് നഷ്ടമാക്കിയതിന് അനുസരണമായ ശിക്ഷ പ്രാപിക്കും. ഇവിടെ 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ് ഈ 15-ാം വാക്യത്തോടുകൂടി. ആലോചന സഭ അല്ലെങ്കിൽ സന്നദ്ധിം സംഘം ആത്മീയ കോടതിയാണ്. കർത്താവിൻ്റെ കാലത്ത് സന്നദ്ധിം സംഘത്തിനും പുറജാതി പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്ന പതിവില്ലായിരുന്നു. ഇത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മശിഹായെ തള്ളിക്കളഞ്ഞതോടുകൂടി യഹൂദ ശിഷ്യന്മാരുടെ ഒരു മിഷൻ അല്ലെങ്കിൽ പദ്ധതി തകർന്നുപോയി. ഇക്കാര്യം വീണ്ടും നിലവിൽ വരും. ഇസ്രായേലിനെ വിടുവിക്കാനായി മനുഷ്യപുത്രൻ വരുന്നതോടുകൂടി ഇസ്രായേലിന്റെ ശത്രുക്കളെ ന്യായം വിധിക്കാൻ തുടങ്ങുമ്പോൾ അത് അവസാനിക്കുകയും ചെയ്യും. സഭായുഗം എന്ന് പറയുന്നത് ഒരു ഇടക്കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പെരുമാറ്റത്തിലെ ഈ ഇടക്കാലം പഴയ നിയമത്തിൽ മുൻകൂട്ടി കാണുകയും പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവം ഇസ്രായേലിന്റെ രാജാവായിരുന്നു. എങ്കിലും മറ്റുള്ള ജാതിക്കാർക്കുള്ളതുപോലെ തങ്ങളെ ഭരിക്കാൻ അവർക്ക് രാജാവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ദൈവത്തെ തള്ളി ശൗൽ, അതായത് അവർക്ക് ദൈവം തന്നെ ഒരു രാജാവിനെ കൊടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു മൊണാർക്കി സ്റ്റേജിലേക്ക് ഇസ്രായേൽ മക്കൾ വരുന്നതാണ് രാജ വാഴ്ച എന്ന് പറയുന്നത്. പിന്നീട് ദാവീദ് യഹൂദയിലും ഇസ്രായേലിലും വാണു. അതിനുശേഷം ശലോമോൻ രാജാവായി. ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കുന്നതിൽ അവൻ പരാജിതനായതിനാൽ അവന്റെ കാലശേഷം ദൈവം രാജ്യത്തെ കീറിക്കളഞ്ഞു. 1 രാജാക്കന്മാർ 11-ാം അധ്യായവും അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ. അങ്ങനെ ശലോമോന്റെ കാലശേഷം രാജ്യം വിഭജിക്കപ്പെട്ടു. യഹൂദയും ബെന്യാമീനും. രാജാവായി ശലോമോന്റെ മകൻ രഹബയാം വാണു. യഹൂദയ്ക്കും ബെന്യാമീനും രാജാവായിട്ടാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ബാക്കി 10 ഗോത്രങ്ങളുടെ മേൽ പിൽക്കാലത്ത്, അതായത് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടു, ഈ 10 ഗോത്രങ്ങളുടെ രാജാവായിട്ട് യൊരോബയാം വാണു. രഹബയാം, അതുപോലെ യൊരോബയാം. പിന്നീടാണ് ഇസ്രായേൽ മക്കൾ പ്രവാസികളായി അശൂരിലേക്ക് പോകേണ്ടി വന്നത്. യഹൂദ ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോകപ്പെട്ടു. അപ്പം അങ്ങനെ യഹൂദന്റെ ചരിത്രത്തിൽ അടിമത്തത്തിലേക്ക് പോവുകയും വിടുതൽ ലഭിക്കുകയും ഒക്കെ ചെയ്ത കഥകളുണ്ട്. കർത്താവ് പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം
ഉൾക്കൊള്ളാതിരിക്കുന്ന ആളുകൾക്ക് വരുന്ന ശിക്ഷാവിധി സോതോമിനേക്കാളും ഗോമോറേക്കാളും വലുതായിരിക്കും. ഇന്ന് കത്തിപ്പോയ പട്ടണത്തെക്കാൾ കഠിനമായ നൊമ്പരത്തിലേക്കും ശിക്ഷയിലേക്കും ഇവർ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളോടുള്ള സുവിശേഷമാണ്. കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാതിരിക്കുക, തള്ളിക്കളയുക എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വലിയ ശിക്ഷാവിധിയാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ, ദൈവവചനം ഉൾക്കൊള്ളാൻ, സ്വീകരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ കരുണയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നു. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.